നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വർക്ക്മെൻ പോസ്റ്റിലേക്ക് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. പോസ്റ്റിന്റെ പേര് ഫാബ്രിക്കേഷൻ അസിസ്റ്റന്റ് ഓൺ കോൺട്രാക്ട് ബേസിലായിരിക്കും നിയമനം. നേരത്തെ പറഞ്ഞു. ഷീറ്റ് മെറ്റൽ വർക്ക്, അതേപോലെ വെൽഡർ, ഇതിന് രണ്ടും വേണ്ട യോഗ്യത 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ബന്ധപ്പെട്ട ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ അടുത്തത് ഔട്ട്ഫിറ്റ് അസിസ്റ്റന്റ് കോൺട്രാക്ട്, അതിനകത്ത് മെക്കാനിക്കൽ ഡീസൽ, അതേപോലെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്ലംബർ, പെയിന്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഷിപ്പ്രൈറ്റ് വുഡ്, മെഷീനിസ്റ്റ്, ഫിറ്റർ എന്നീ പോസ്റ്റ്. ഈ പോസ്റ്റുകളെല്ലാം വേണ്ട ഇത് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ITയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും ബന്ധപ്പെട്ട മേഖലയിൽ ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ മിനിമം 3 വർഷത്തേലും പ്രവൃത്തി പരിചയം എല്ലാത്തിനും നമ്മൾ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ചോദിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ 2024 ഡിസംബർ 16 മുതൽ 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഷീറ്റ് മെറ്റൽ വർക്കിന്റെ 42 വേക്കൻസികൾ, വെൽഡർ 2 പോസ്റ്റുകൾ, മെക്കാനിക് ഡീസൽ 11, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ 5, പ്ലംബർ 20, പെയിന്റർ 17, ഇലക്ട്രീഷ്യൻ 36, ഇലക്ട്രോണിക് മെക്കാനിക് 32, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 38, ഷിപ്പ്രൈറ്റ് വുഡ് 2, മെഷീനിസ്റ്റ് 13, ഫിറ്റർ 1. അങ്ങനെ ആകെ 224 വേക്കൻസികളാണുള്ളത്. അതിൽ 132 വേക്കൻസികളും അൺറിസർവ്ഡ് ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. റെമ്യൂണറേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും. 5 വർഷത്തേക്കായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പെർഫോമൻസ് അനുസരിച്ച്. ആദ്യത്തെ 3 വർഷം 23,300 രൂപ പ്രതിമാസം ശമ്പളമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം എക്സ്ട്രാ വർക്ക് ചെയ്യുന്നതിനായിട്ടുള്ള കോമ്പൻസേഷനായിട്ട് 5,830 രൂപ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡോ അല്ലെങ്കിൽ അവരുടെ മറ്റ് യൂണിറ്റ്സിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉയർന്ന പ്രായപരിധി 45 വയസ്സാണ്. 30/12/2024 അടിസ്ഥാനമാക്കിയായിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും SC/ST കാരുള്ളവർക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. മാക്സിമം ഏജ് ലിമിറ്റ് എന്തായാലും 50 വയസ്സിൽ കൂടാൻ പാടില്ല എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 phase 1 ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ phase 2 ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്, പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ടാവും. അതിൽ ഒബ്ജക്റ്റീവ് ഓൺലൈൻ ടെസ്റ്റിന് 30 മാർക്കും 70 മാർക്കും പ്രാക്ടിക്കൽ ടെസ്റ്റും രണ്ടും കൂടെ 100 മാർക്കിൽ ഫൈനൽ തയ്യാറാക്കിയാണ്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. റിസർവേഷൻ ആനുകൂല്യങ്ങൾ ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ക്വാളിഫിക്കേഷൻസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അത് ബന്ധപ്പെട്ട അംഗീകൃത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എന്ന കാര്യം. അതുപോലെ എക്സ്പീരിയൻസും ചോദിച്ചിരിക്കുന്ന എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 600 രൂപയാണ് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത്. അത് തിരികെ കൊടുക്കുന്ന ഫീസ് അല്ല എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. SC/ST കാരായിട്ടുള്ളവർക്കും അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും നിർബന്ധമായും ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ www.cochinshipyard.in എന്ന സൈറ്റിൽ പോയിട്ട് അതിൽ കരിയർ പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പുതിയ രജിസ്ട്രേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓൺലൈൻ എക്സാമിനേഷൻ സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടത്തുക. അതുകൊണ്ട് ഒന്നിലധികം പോസ്റ്റുകൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് മാത്രമേ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ആപ്ലിക്കേഷന് നിങ്ങൾ സബ്മിറ്റ് ശേഷം അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോഫ്റ്റ് കോപ്പി എടുത്ത് സൂക്ഷിച്ചാൽ പിന്നീട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഡിസംബർ 30 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി career@cochinshipyard.in എന്ന ഇമെയിൽ ID നിങ്ങൾക്ക് വിളിച്ച് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ അയച്ച് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ ടെസ്റ്റ് എഴുതാൻ പോകുന്നു, ഇന്റർവ്യൂ പോകുന്ന സമയത്തോ ഒന്നും CADA ലഭിക്കുന്നതല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. കോൾ ലെറ്റേഴ്സ് ഒക്കെ വെബ്സൈറ്റ് www.cochinshipyard.in എന്ന സൈറ്റിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക. ആ പോസ്റ്റിൽ ഒരു പക്ഷേ ഓർഡർ അയക്കണമെന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി എടുത്ത് കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക. ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.